അക്രമകാരികളായ തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ ഏതായാലും കേരളത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പലരും അതിനെ നെറ്റി വിളിച്ച് ഈ കടിക്കാൻ വരുന്ന പട്ടിയെ നമ്മൾ പട്ടിയെന്നൊന്നും പറയാൻ പാടില്ല, അതിനെ തൊട്ട് തലോടി വീണ്ടും കടി വാങ്ങിച്ച് ഒക്കെ ഇരിക്കണം. റാബിസ് വരുന്നെങ്കിൽ അതിന് വാക്സിൻ എടുക്കണം. വാക്സിൻ ഫലിച്ചില്ലെങ്കിൽ ഈ പേവിഷബാധ വന്ന് മരിച്ചോണം, അത് ബാധിച്ച് മരിച്ചോണം എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിൽ ഒരുപാട് പേരുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. നായപ്രേമികളാണ്. പക്ഷെ അവർക്ക് നായ പ്രേമിക്കുന്നത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അതിനോടൊപ്പം മനുഷ്യൻ്റെ കൂടെ എങ്കിലും അല്പം ഒരു അവരോടെങ്കിലും ഒരടുപ്പം വേണ്ടേ? നായയെ പ്രേമിക്കുന്നത് ചെയ്തോളൂ, പക്ഷേ മനുഷ്യൻ്റെ കൂടെയും പ്രേമം ആകാമല്ലോ. മനുഷ്യജീവനും നല്ലതായിട്ട് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടാകാമല്ലോ. അതും കൂടെ ആകണം, അതും കൂടെ വേണം. അല്ലാതെ കണ്ണടച്ച് നായയെ മാത്രം അങ്ങ് സ്നേഹിക്കരുത്, മനുഷ്യനെ വേണ്ട എന്നുള്ള ഒരു ധാരണ വേണ്ട. ഏതായാലും ഇപ്പോൾ അടുത്ത സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. 2 ദിവസം മുമ്പാണ് സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ചിൽ ഒരു പെറ്റീഷൻ ഹർജി മൂവ് ചെയ്തു. നയപ്രേമികളുടെ ആളുകളാണ് മൂവ് ചെയ്തേക്കുന്നത്. എന്താണെന്നറിയാമോ? അനിമൽ വെൽഫെയർ ബോർഡ് AWB അവർക്കൊരു നിർദ്ദേശം കൊടുക്കണം. കാരണം ഈ ഡോഗ് ഷെൽട്ടറുകളിലും അതുപോലെ തന്നെ ഈ നായകളെ വന്ധ്യംകരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ നായകളോട് വളരെ ക്രൂരമായ കാണിക്കുന്നുണ്ട്. നായയെ നോക്കി ചിരിക്കുന്നില്ല കേട്ടോ, നായയെ നോക്കി ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുണ്ട്, വലിയ പ്രശ്നമാണ്, അതൊന്ന് മാറ്റണം എന്നും പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചു. അതുകൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. നായയെ എങ്ങനെ പരിപാലിക്കണം, ഈ നായയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം, വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം നായയെ കൈകാര്യം ചെയ്യുന്നത്, നായയെ നോക്കി ചിരിക്കണം എന്നൊക്കെയുള്ള എഴുതി അങ്ങോട്ട് കൊടുത്തു. വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ പ്രതിഷേധ സമരമുറകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുന്തവും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് കേട്ടോ. എളുപ്പമുള്ള കാര്യമാണ്. അതിൽ കൈപൊള്ളിയിരിക്കുകയായിരുന്നു സുപ്രീം കോടതി. അന്നേരമാണ് ഈ നായപ്രേമികൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഈ അനിമൽ വെൽഫെയർ ബോർഡിന് ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കണമെന്നുള്ളത് ഒരൊറ്റ വാചകമേ പറഞ്ഞുള്ളൂ. സുപ്രീം കോടതി ഒന്നും കേട്ടില്ല, ഡിസ്മിസ്ഡ്, തീർന്നു, എടുത്ത് ദൂരെ എറിഞ്ഞ്. കാര്യം ഇതേ ഉള്ളൂ. ഇതും പോയി വാങ്ങിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം അതല്ല, അത് ഞാൻ കണ്ടിട്ട് ഞാനത് പ്രതികരിച്ചില്ല, ചിരിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് സർക്കാരിൻ്റെ തീരുമാനം വന്നേക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. കേരള ഗവൺമെൻറ് സർക്കാർ പറഞ്ഞു, അതായത് ഇതുവരെ സുപ്രീം കോടതി May 19 ഉത്തരവ് പറഞ്ഞിരുന്നു, അപകടകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാം എന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെ കൊല്ലണമെന്നും അതിനെ ആർക്കൊക്കെ കൊല്ലാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ശരിയായ രീതിയിലുള്ള ഉള്ള വിവരങ്ങളൊന്നും അതിനകത്തില്ല, ഡീറ്റെയിൽസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കൊല്ലാമെന്ന് കണ്ടു, അത് ഉറപ്പാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഏതായാലും പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവർക്കൊക്കെ ഈ അപകടകാരികളായ നായ്ക്കളെ കടിക്കാൻ വരുന്ന പട്ടികളുണ്ടല്ലോ, അതിനോട് വേദം ഓതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പട്ടി വിളിച്ച്, മോനെ ഇതാരെയും കടിക്കല്ലേ, കടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും, സമ്മാനം കിട്ടും. ഇതൊന്നും പട്ടിയെടുത്ത് പറയാൻ പോയ പട്ടിക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അതിനെ അങ്ങനെയുള്ള പട്ടിയെ, ആളെ കടിക്കുന്ന പട്ടിയാണോ തെരുവുനായ്ക്ക്, അതിനെ കൊല്ലാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തിനും ഉണ്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് കണ്ടു. അതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. പിന്നെ എങ്ങനെ കൊല്ലണം? ക്രൂരമായ കൊലപാതകം ആവരുത്, അതിനെ കൊല്ലരുത്. ഇതിനെ കൊല്ലുമ്പോൾ നമ്മൾ വടി വെച്ച് അടിച്ച് ചതച്ച് അതിനെ അങ്ങനെയൊന്നും കൊല്ലാൻ പാടില്ല. അതിനെ സമാധാനപരമായിട്ട് പിടിച്ച് വളരെ സ്നേഹത്തോടുകൂടി വിഷം കുത്തിവെച്ച് അങ്ങ് കൊല്ലണം. അതാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും അത് കൊള്ളാം, നല്ലൊരു പരിപാടിയാണ്. കാരണം എന്താ ഞാൻ പറഞ്ഞത്, ഞാനിത് റോഡിൽ ഒരുപാട് കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ റാബിസ് വന്ന് മരണപ്പെട്ട 122 പേരാണ്. ഒരു പേവിത വിഷബാധ വന്ന് മരിക്കുന്ന ആളെ കണ്ടേക്കുന്ന ഒരു നായപ്രേമി ഉണ്ടല്ലോ, ഇതിനെ ഒരിക്കലും എതിർക്കത്തില്ല. കാരണം ആ രീതി മനുഷ്യനല്ലാതായിട്ട് മാറുകയാണ് ഈ പേവിഷബാധ വരുമ്പോൾ. അത്രത്തോളം കടുങ്കയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പേവിഷബാധ വരുന്നത് വരെ നോക്കിയിരിക്കരുത്. പണ്ട് നമുക്ക് ഈ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വാക്സിൻ എടുക്കും. വാക്സിൻ എടുത്ത ഒരു ഉറപ്പുണ്ട് നമ്മൾ മരിക്കത്തില്ലെന്ന്. പക്ഷേ ആ ഉറപ്പൊന്നും ഇപ്പോൾ ഇല്ല.
കാരണം ഈ വാക്സിൻ കമ്പനികളുടെ ഇടയിലുള്ള കിടമത്സരം ഉണ്ടല്ലോ, ആ മത്സരം കാരണം ഇത് ഒരുപാട്, അതായത് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെട്ടു പോകുന്നു ഈ വാക്സിൻ്റെ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു യഥാർത്ഥത്തിൽ അത്രത്തോളം അതിനൊരു വൈറ്റാലിറ്റി അതിന് കിട്ടത്തില്ല, അതിൻ്റെ ഒരു റിസൾട്ട് നല്ലതായിട്ട് കിട്ടത്തില്ല. അങ്ങനെ പേവിഷബാധ വന്ന് മരിച്ചേക്കുന്നവരുണ്ട്. വാക്സിൻ എടുത്തു പക്ഷേ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ, അതായത് ഇത് നല്ല ചികിത്സയായിരുന്നു പക്ഷേ രോഗി മരിച്ചുപോയി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതേ ഉള്ളൂ ഇത് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അങ്ങനെ വരുന്ന കാര്യം പോലും ഉണ്ട്. അപ്പോൾ ആ വിശ്വാസം പോലും ഇല്ല. പിന്നെ കുഞ്ഞുങ്ങളെ കടിച്ചു കീർന്ന് കണ്ടില്ലേ? അതായത് 6 മാസം പ്രായമുള്ള തൊട്ടിൽ കിടന്ന കുഞ്ഞിനെ വീട്ടിൽ കയറി കടിച്ചേക്കുന്നു. ഈ നായ അത് കടിച്ച് സ്നേഹിക്കാനായിരിക്കും. ഇതിനെയൊക്കെ സ്നേഹിക്കണമെന്ന് പറയുന്ന ആളുകളുടെ യഥാർത്ഥ അവർ എന്താ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ വക്കീൽ നോട്ടീസ് വരും, കേസ് വരും, അതിൻ്റെ പുറകെ നടക്കണം. എനിക്കതിന് സമയവുമില്ല. അതുകൊണ്ട് ബാക്കി ഇതിൻ്റെ പൊള്ളത്തരങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയാമായിരുന്നു. ഞാൻ ഇനി അത് പറയുന്നില്ല. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ നായകൾ അപകടകാരികളായ തെരുവ് നായ്ക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അതിനെ തല്ലിക്കൊല്ലാതിരിക്കേണ്ട. മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തിനെ ഇൻഫോം ചെയ്യണം. അവിടെ ഇപ്പോൾ ഗവൺമെൻറ് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ പറഞ്ഞ പോലുള്ള ദയാവധം അങ്ങ് നടത്തിക്കോളും. ആ ദയാവധത്തിലൂടെ ഇതിനെ അങ്ങ് ഒഴിവാക്കാം. അതാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കണം, ഇത് ചെയ്യണം. ഇതുവരെ ഇത് നടപ്പാക്കാൻ മാർഗമില്ലായിരുന്നു, പക്ഷേ ഇനി അത് നടപ്പാക്കാൻ പറ്റും. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടില്ല. ഇതിനെ ഒരുപാട് പേരെ ആഹാരം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ആഹാരം കൊടുക്കുന്ന ഭാഗങ്ങളെല്ലാം റോഡിൻ്റെ സൈഡിൽ ആ ഭാഗത്ത് ഇത് ഒരുപാടെണ്ണം കൂടുതൽ കാണാം നമുക്ക്. അത് ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പിൻ്റെ വിളിയാണ്. അതിനെ അത് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വളരെ അപകടകരമാണ്. യഥാർത്ഥത്തിൽ ഇത് ലോക്കൽ ബോഡീസ് സ്റ്റെപ്പ് ഇൻ ചെയ്യണം. ഇതിനെയൊക്കെ പരിപാലിക്കാനുള്ള ശ്രമം നടത്തണം. പിന്നെ ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ഈ സിറ്റിക്കകത്തോ ടൗണിനകത്തോ ഒന്നും ഇതിനെ ഒന്നും പിടിച്ചുകൊണ്ട് പോയി സ്ഥലം വാങ്ങിച്ചിടാൻ ഒക്കത്തില്ല. ഇപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് തമ്മിൽ സംസാരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇതിൻ്റെ വർത്തമാനം അടുത്തുള്ള ആളുകൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. അതുപോലുള്ള ശബ്ദ കോലാഹങ്ങൾ, കോരയിൽ തമ്മിൽ കടിപിടി ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സഹിക്കാനൊക്കത്തില്ല. ഇടതിങ്ങി ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പറ്റത്തില്ല. പിന്നെ ചെയ്യാവുന്നത് ഒഴിഞ്ഞ സ്ഥലങ്ങൾ നോക്കി കണ്ടുപിടിക്കണം, കൂടുതൽ സ്ഥലങ്ങൾ. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏതായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അവിടെ ഇതിനെ മാറ്റി പാർപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം. അത് ഈ നായപ്രേമികൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾക്ക് ഇതിനോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ സർക്കാരിനെ സഹായിക്കണം, ലോക്കൽ ബോഡീസിനെ സഹായിക്കണം. ഇങ്ങനെയുള്ള ഏരിയ കണ്ടെത്തി നിങ്ങൾ തന്നെ സ്ഥലം വാങ്ങിക്കൊടുത്തോളൂ. കാരണം നിങ്ങൾക്ക് ഇതിനെ പ്രേമിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ തന്നെ സ്നേഹിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അവിടെ കൊണ്ടിട്ട് ഇതിനെ വളർത്തുക. അപ്പോൾ അതിൻ്റെ ശബ്ദം ഒരു 500 മീറ്ററൊക്കെ അപ്പുറത്തൊക്കെ ഉള്ള ആൾ താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ ശല്യമില്ല. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യന് കിടന്നുറങ്ങാൻ ഒക്കത്തില്ല. അതുമൂലമാണ് ആരും ഇതിനെ പൊറപ്പിക്കാൻ ശ്രമിക്കാത്തത്. ഏതായാലും അങ്ങനെ ഒരു സംരംഭം നടക്കട്ടെ. ഏതായാലും ഇപ്പോൾ ഒരാശ്വാസമുണ്ട്. കാരണം ലോക്കൽ ബോഡീസിന് ഇത് ഇടപെടാം. അക്രമകാരികളായ നായകളെ കൊല്ലാം, നല്ല രീതിയിൽ കൊല്ലണം എന്നുള്ളേ ഉള്ളൂ.